ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ത്രിത്വസ്തുതിയെക്കുറിച്ച്. എൻ്റെ ജീവിതത്തിൽ ത്രിത്വസ്തുതി ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ഒരു ചെറിയ സാക്ഷ്യമാണ്. അത് ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നാറുണ്ട്. കാരണം അത്രയ്ക്ക് പവർഫുള്ളായിരുന്നു അന്ന് എൻ്റെ ആ പ്രാർത്ഥന. ഇപ്പം എൻ്റെ മൂത്ത മകൾ BSc നേഴ്സിംഗ് പഠിക്കുന്നു. അവൾക്ക് എല്ലാ കാര്യത്തിലും പൊതുവെ ഭയങ്കര ഭയമാണ്. പഠിപ്പിക്കുന്ന അധ്യാപകരെ ഭയം, മറ്റുള്ളവരുടെ മുമ്പിൽ അവൾക്കൊരു ക്ലാസ് എടുക്കാനൊന്നും ഒരു ധൈര്യവുമില്ല. അപ്പോൾ അങ്ങനെ അവളുടെ തേർഡ് ഇയറിലെ സെമിനാർ പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയിൽ ഞാൻ അവൾക്ക് ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ത്രിത്വസ്തുതി 101 ത്രിത്വസ്തുതി ചൊല്ലി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തൽഫലമായിട്ട് അവൾക്ക് അന്ന് വരെയും ഒരു നല്ല അഭിപ്രായം അവളുടെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവളെ തിരുരക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ത്രിത്വസ്തുതി ചൊല്ലി പിറ്റേന്ന് അവളുടെ സെമിനാറിൽ ഒക്കെ നല്ല രീതിയിൽ ആ സെമിനാർ പ്രസൻറ്റ് ചെയ്യുവാനായിട്ടുള്ള കൃപ ദൈവം നൽകി. അതെന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു. കാരണം അവരുടെ മിസ്സന്മാരൊക്കെയും അവളോട് പറഞ്ഞു, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അപ്പം ഇനിയും ഇതുപോലെ തന്നെ നീ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അത്രയ്ക്ക് അവൾക്ക് ആ 3 വർഷം പഠിച്ചതിനകത്ത് ആ ഒരു ദിവസം അവൾക്ക് നല്ലൊരു വാക്ക് ആ മിസ്സന്മാരുടെ കയ്യിൽ നിന്നൊക്കെ അവൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി. ഈ ത്രിത്വസ്തുതി ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഈ ത്രിത്വസ്തുതിക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള പ്രെയറാണ്. അതിൽ 10 ത്രിത്വസ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ ഇങ്ങനെ ആവർത്തിച്ച 10 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായി എൻ്റെ മേൽ ആഞ്ഞടിക്കണമേ. പിന്നെ നമ്മുടെ നിയോഗം എന്താണോ അത് സമർപ്പിക്കുക. ഈ പ്രശ്നത്തിന് മേൽ ആഞ്ഞടിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് 101 തവണ ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ശക്തി ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് കാണാൻ. ത്രിയേക ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ് ഈ ത്രിത്വസ്തുതിയിലൂടെ. അപ്പം ഇന്ന് വരെയും ത്രിത്വസ്തുതി ചൊല്ലി പ്രാർത്ഥിക്കാത്തവർ ആ ത്രിത്വസ്തുതി ഒന്ന് ചൊല്ലി നിങ്ങളുടെ ഒരു പ്രാർത്ഥന ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നോക്കുക. നിങ്ങൾക്ക് അത്ഭുതം, നിങ്ങൾക്കും ഒരു സാക്ഷ്യം പറയുവാനായിട്ട് സാധിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.